ഒരു സവിശേഷ ചരിത്ര സന്ദർഭത്തിലാണ് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടന ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു. മിസൈലുകളേറ്റ് തകർന്നടിയുന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം ആയിരങ്ങൾ മരിക്കുന്നു. എല്ലാവർക്കും അറിയാം, പാലസ്തീൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇസ്രയേലിൻ്റെ ഗാസയിലെ അതിക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് തന്നെ. യേശുക്രിസ്തുവിൻ്റെ ജന്മനാടായ ബത്ലഹേമിൽ ഇക്കുറി ക്രിസ്തുമസ് ആഘോഷങ്ങളുണ്ടായില്ല. നക്ഷത്രങ്ങളോ അലങ്കാര വിളക്കുകളോ കണ്ടില്ല. പുൽക്കൂട് വേണ്ടിടത്ത് തകർന്നടിഞ്ഞ വീടുകൾ, ഉണ്ണിയേശു കിടക്കേണ്ടിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട മൃതദേഹങ്ങൾ. അവർ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും? പാലസ്തീൻ എന്ന് കേൾക്കുന്ന നിമിഷം മുസ്ലിം വിശ്വാസികളുടെ ചിത്രം മാത്രമാണ് പലരുടെയും മനസ്സിൽ തെളിയുക. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്നവർ, അവരിൽ ധാരാളം ക്രൈസ്തവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ളതല്ല, മനുഷ്യത്വത്തിനെതിരെയുള്ളതാണ് ഈ ആക്രമണം. ആ നാടിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമാവാം ഇങ്ങനെ ഒരു ക്രിസ്മസ്, ആഘോഷമില്ലാത്ത ക്രിസ്മസ്. ഗുരു സന്ദേശത്തിൻ്റെ തെളിച്ചം ആ മണ്ണിൽ, ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല. അത്